ചപ്പിയുടെ നോട്ടം കാണുമ്പോഴേ തോന്നില്ലേ എവിടെയോ എന്തോ ഒരു വശപ്രശ്നം കൊണ്ടെന്നുള്ള രീതിയിൽ കോട്ടൊക്കെ ഇട്ടിട്ടേ പുള്ളിക്കാരൻ അങ്ങോട്ട് അംഗീകരിക്കാൻ ഇച്ചിരി ഒരു ബുദ്ധിമുട്ട്. ഭക്ഷണം കൊടുത്തിട്ടാണെങ്കിൽ അത് കഴിക്കാനും ആദ്യം ഒരു മടിയൊക്കെ കാണിച്ചേ. പിന്നെ അതിൻ്റെ കൂടെ എൻ്റെ ഒച്ചയും കൂടി കേട്ടപ്പോൾ അവിടെയും എന്തോ ഒരു പന്തികേട്, ഇച്ചിരി കിച്ചിരിച്ചൊക്കെ പിടിച്ചു. 3-4 ദിവസത്തെ വെയിലൊക്കെ കഴിഞ്ഞ് ഒരു മഴയും കൂടി വന്നപ്പോഴത്തേനും എവിടെ നിന്ന് നിർത്തില്ല ഓടിയൊരു ജലദോഷമൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും അത് പൊക്കോളൊക്കെയോ അതിൻ്റെ വഴി അതുകൊട്ടെ. എന്തായാലും മഴയത്ത് ഞാൻ അവന് തീറ്റയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച നട്ടുപടി ഒന്ന് കാണിച്ചു തരാമെന്ന് ഓർത്തത്. അപ്പോൾ ഒരാഴ്ചയായി നട്ടിട്ട് നല്ല രസമാണ് കാണാൻ. ഇങ്ങനെ ഈ മരത്തേലാണെങ്കിലും എവിടെയാണെങ്കിലും ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോഴേ. അപ്പം അത്യാവശ്യം വെയിലുള്ളിടത്ത് ഈ സംഭവം നിൽക്കത്തുള്ളൂ. എന്നാൽ മുറ്റത്തു നിന്ന് ലേശം മാറ്റി പിടിപ്പിച്ചേക്കാം, എന്നാൽ കാണാൻ ഇച്ചിരി ലുക്കൊക്കെ ആകും എന്നുള്ള പ്രതീക്ഷയിലാണ് നട്ടത്. എന്തായാലും കുഞ്ഞു കിളിപ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എന്നാൽ ഇനിയിപ്പോൾ പിടിച്ചോളുമായിരിക്കും. ഇനി അത്ര ശ്രദ്ധ വേണ്ടാത്തൊരു ചെടിയാണ്, പക്ഷേ നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ നിറച്ച് പൂവിട്ടോളും ചെയ്യും. അപ്പോൾ മഴയായതുകൊണ്ട് ഇനി എന്തായാലും എൻ്റെ ചെടി എന്തായാലും മാറ്റി വെക്കാതിരിക്കും. ഞാനത് ബഡ്റോസി ഒന്ന് പുറത്തിറക്കി വെട്ടി സെറ്റാക്കി ഒന്ന് വെയിലത്ത് വെച്ചപ്പോഴത്തേനും അന്ന് തന്നെ തുടങ്ങിയ മഴയാണ്. അപ്പോൾ ബഡ്റോസയും കൊണ്ട് ചീഞ്ഞു. ഞാനത് അങ്ങോട്ട് എടുത്ത് വെക്കും, ഇങ്ങോട്ട് എടുത്ത് വെക്കും. ഇത് തന്നെ പരിപാടി. ഇത് കണ്ടിട്ട് ഇവിടെയുള്ളവർ ചോദിക്കുന്നുണ്ട് ഇത് എന്താ സുഖം ഇങ്ങനെയുണ്ടോ. അപ്പോൾ ബഡ്റോസ് ആയതുകൊണ്ട് എനിക്ക് ചീഞ്ഞു പോകുന്ന ഉറപ്പാണ്. അതുകൊണ്ട് എനിക്ക് എന്തായാലും നോക്കാതിരിക്കത്തില്ലല്ലോ. ഞാൻ ആശാനെ അത് പതുക്കെ കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്തു നിന്ന് എടുത്ത് ഇപ്പുറത്തെ സ്ഥലത്തേക്ക് ഇപ്പോൾ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുക എൻ്റെ ബഡ്റോസ് ചെടിയൊക്കെ. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ കലാപരിപാടി. മഴയൊക്കെ അല്ലേ, അപ്പോൾ അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ജലദോഷവും കൂടി ആയതുകൊണ്ട് ഒരു ചൂടുള്ള ഒരു കട്ടൻ കാപ്പിയൊക്കെ അങ്ങ് പിടിപ്പിച്ച് വെച്ചിട്ട് ഒന്ന് വിശ്രമിച്ച് കഴിയുമ്പം എല്ലാം ശരിയാവും എന്ന് വിചാരിക്കാം.